മറ്റുള്ളവർ ഇതങ്ങനെ ചെയ്യുമ്പോൾ മാത്രം കാണാൻ ഇഷ്ടമുള്ള ഒരു പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ ക്ലീനിങ് ആയിക്കാരല്ലേ. അപ്പം നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിക്കാരം. ഒരാൾ ഇങ്ങനെ കാണിച്ചുകൊണ്ട് നിൽക്കുമ്പം അത് കണ്ടിരിക്കാൻ നമുക്ക് നല്ല ഇഷ്ടമാണല്ലേ. ഏതായാലും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ സ്വപ്നം കൂടി ബൈ അനിത സുബ്രഹ്മണ്യൻ. അങ്ങനെ ഇതാക്കണം നമ്മളെ പരസ്യം കൂടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം കേട്ടോ. എന്നോ കാലത്ത് പറഞ്ഞതാണല്ലോ നമ്മളെ പരസ്യം. അപ്പം രാവിലത്തെ ഇതാക്കണം ചായയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതാക്കണം വെറുതെ കുത്തിരിക്കുകയാണ് കേട്ടോ. ഇന്നിപ്പോൾ സ്കൂളിൽ ലീവല്ലേ, അപ്പം ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം മക്കൾ വീട്ടിലുണ്ടായാൽ പിന്നെ ഇക്കും തന്നെ മടി, എല്ലാ പണി എടുക്കാനും ഇക്കും മടിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ചൂലവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളൂ. സമയം 10 മണി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും TV ഒക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാനും തന്നെ കുറച്ച് നേരം ഒന്ന് ഇരുന്നു, നമുക്ക് വേണ്ട ഒരു ഇരുത്തം. അപ്പോൾ ഇതാക്കണം മേൽക്കൂടെ നോക്കിയപ്പോൾ ആ മാറാല ഇഷ്ടം പോലെ ഉണ്ടായി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഓണം കാര്യങ്ങളായില്ല, ഇനിയിപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് തട്ടാമെന്നും വിചാരിച്ചു കേട്ടോ. ഇവിടെയൊക്കെ തട്ടി ഒക്കെപ്പാടെ തട്ടി തെറിപ്പിച്ചാൽ നിന്നാണ്ടല്ലോ നമുക്ക് സമയം നമുക്ക് പോരാതെ വരും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ വേറെ ഒന്നും എടുക്കണില്ല. ഈ വണ്ടി ഇതാക്കണ 100 പോയത് ഇതാക്കണ അടുക്കളയിൽ എത്തുള്ളൂ കേട്ടോ. എങ്ങനെ പോയാലും ഇതാക്കണ അടുക്കളയിൽ എത്തുള്ളൂ. മറ്റേ നമ്മളെ പരസ്യം ഉണ്ടല്ലോ, ചെള്ളി ചാടിയാലും ഇതാ മുട്ടോളം, അത് കഴിഞ്ഞിട്ട് ആ ചട്ടിയിൽ എന്ന് പറഞ്ഞില്ല അമ്മ അതിരിയാണ്. നമുക്ക് എങ്ങനെ പോയി എങ്ങനെ മുട്ടി തിരിഞ്ഞാലും നമ്മൾ അടുക്കളയിൽ എത്തുള്ളൂ. അപ്പോൾ ഒരു ചാനലൊക്കെ തുടങ്ങുമ്പോൾ കൂടുതലായും നമ്മളെ പോലത്തെ സാധാരണക്കാർക്ക് വീഡിയോ എടുക്കാൻ ഇതന്നെ ധാരാളം. ഈ അടുക്കളയിൽ തന്നെ ഒരുപാട് പറയാനുണ്ടാവൂലേ. അപ്പോൾ ഇന്നിപ്പോൾ അടുക്കള പറ്റി പറയാനല്ല, അടുക്കള ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുക കേട്ടോ. നല്ല ഉഷാറായിട്ട് ആകെ പരത്തുന്ന കിടക്കണത് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ സ്ഥാനം തെറ്റി അവരോഹണം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കാണ് കിടക്കണത്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ. ഒകപ്പാട് അലങ്കോലായിക്കണം കേട്ടോ. അപ്പം നമ്മൾ വെക്കണതും ആ ഒരു വിളമ്പണം ആ ഒരു ഏരിയ എപ്പോഴും നന്നാക്കുന്നല്ലാതെ നല്ലപോലെ ഒന്ന് തട്ടിക്കൊട്ടൽ ചുരുക്കാണല്ലോ. അപ്പം ഇന്നൊന്ന് തട്ടിക്കൂട്ടിയിട്ട് തന്നെ അടിച്ചു വരണം. അതിൻ്റെ ഇടയിൽ കൂടെ ചോറും കൂട്ടാനും അങ്ങനെ വെക്കണം. ഇനിയിപ്പോൾ ഇതാക്കണ കട്ടം നോക്കി ഇങ്ങനെ നിന്നിട്ട് കാര്യമൊന്നുമില്ല, പെട്ടെന്ന് അങ്ങോട്ട് എടുക്കല്ലേ, അതേ കാര്യം ഏറ്റവും നന്നാകുക. അപ്പോൾ ഇവിടെ തുടങ്ങണമെന്നാണ് കേട്ടോ ആലോചിച്ചുകൊണ്ട് നിൽക്കണത്. ഏത് ഭാഗം ആദ്യം പിടിക്കണമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഏതായാലും ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങല്ലേ. ഇതിപ്പോൾ കുറച്ച് പൊന്തലിലല്ല നിൽക്കണത്, കുറച്ച് ഏറ്റത്തല്ലേ. അപ്പോൾ ഇവിടുന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങാൻ വിചാരിച്ച്. അപ്പോൾ പിന്നെ എടുക്കലൊരു ഷടപടോ അങ്ങനത്തെ ഒരു എടുക്കലാണ് കേട്ടോ. ആക്കമ്പോലെ എടുക്കൽ നമുക്ക് പറ്റിയെന്നല്ല. അപ്പോൾ TV പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ആ പാട്ട് വെക്കുമ്പോഴാണ് നമുക്ക് പിന്നെ ഒരു സമാധാനം ഉണ്ടാകുള്ളൂ. അപ്പോൾ പാട്ടൊക്കെ വെച്ചിട്ടാണ് പിന്നെ ഇങ്ങനെ എടുക്കുന്നത്. ആ ഒരു പാട്ടൊക്കെ മൂളിക്കൊണ്ടാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു പണി നമുക്ക് നീങ്ങൂല കേട്ടോ, എടുത്താൽ നീങ്ങൂല. അപ്പോൾ മാറാലില്ല കേട്ടോ. ഇവിടെ ഒന്നും ഇഷ്ടംപോലെ മാറാലും കാര്യങ്ങളൊന്നുമില്ല. ചെതലെമ്പാടും ഉണ്ട് കേട്ടോ. അപ്പോൾ പെര നിറച്ച് ചെതലായി തുടങ്ങിയിരിക്കണ്. അപ്പോൾ വാടകക്കാരോണ്ട് ഇതാകും മുട്ടി തിരിഞ്ഞിട്ട് നടക്കാൻ വെച്ചു കേട്ടോ. ആകപ്പാടെ വാടകക്കാരായിക്കണം. അപ്പോൾ ഞാനിതാണ് ചൂലിൻ്റെ ആ ഒരു കണ വെച്ചിട്ടാണ് കേട്ടോ തട്ടി വെക്കണത്. അതൊക്കെ ഇങ്ങനെ ആകപ്പാടെ എന്താ പറയുക, മരമൊന്നും പട്ടികയൊന്നും കാണാൻ തന്നെയല്ല ചെതലുണ്ട്. തട്ടിയാൽ പിന്നെയും നല്ല ശക്തിയോടെ ഒരു വരും. അപ്പോൾ ഞാൻ അങ്ങനെ തട്ടാൻ പോകലില്ല കേട്ടോ. അപ്പോൾ ഇതാകണം ഈ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു ഇവിടെ. അതിൻ്റെ ഒരു ഒറ്റ സ്റ്റാൻഡുണ്ട്. ഈ ഒരു കുപ്പിയൊക്കെ വെച്ച ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ മേലുള്ള സ്റ്റാൻഡ് ചെയ്യുന്നു. അത് ഞാൻ നാൾ പൊളിച്ചടിക്കാണ്ട്, നമുക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആ പൊളിച്ചടിക്കാണ്ട് ഇപ്പുറ ഭാഗം വെച്ചാണ് ഗ്യാസിൻ്റെ ആ ഒരു നേരെ കുപ്പികളും മുളക് മല്ലി മഞ്ഞൾ അങ്ങനത്തെ പൊടികളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് അവിടെ സ്റ്റാൻഡ് ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ മീഷോയിൽ ഞാൻ കുറേ നോക്കിയതാണ്. അപ്പോൾ വിലയും ഞാനുമായിട്ട് ഒക്കണില്ല. പൊതുവേ ഞാൻ ഇതാക്കണ അങ്ങനെ തോനെ വിലയൊക്കെ കണ്ടാൽ പിന്നെ ആ ഭാഗം തന്നെ പോകാത്ത ആളാണ്. അതുകൊണ്ട് മീഷോയിൽ നമുക്ക് ഒക്കാത്ത വിലയായപ്പോൾ ഞാൻ വിചാരിച്ചു അയിമത്തായിട്ട് പുറച്ചെടുത്തിട്ട് പിന്നെ പുറത്ത് കൊണ്ടുവന്നിട്ട് ആണി അടിച്ചിട്ടാണ് കയറ്റി. ഇപ്പോൾ ഒരു സമാധാനം. പിന്നെ ഈ ഒരു എടുത്തിരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നോക്കിയൊരു ഇസ്കിപ്പിസ്കുള്ള പരിപാടി ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതെന്നോ കല്ലെടുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയാണ്. പൂത്ത് ആകപ്പാടെ പൂത്ത് അങ്ങോട്ട് പോയിട്ടോ. ഇപ്പം ഒരു നായ്ക്കൂല്ല നരിക്കൂല്ല അങ്ങനത്തെ ഒരു ചൊല്ലും കൂടി ഉണ്ടല്ലോ. അപ്പം അമ്മ അതിരി അയക്കണം. ഞാനിട്ട് എടുത്തോ ഇല്ല, കുട്ടിയൊക്കെ ഇട്ട് തിന്നാൻ കൊടുത്തോല്ല, ഒന്നും ആയില്ല കേട്ടോ. അപ്പോൾ ആ പൂത്ത് അങ്ങോട്ട് പോയി. അപ്പോൾ ചിലപ്പം ഞാൻ ഓരോരോ സാധനങ്ങൾ എടുത്ത് വെക്കുകയാണെങ്കിൽ മറക്കലുണ്ട് കേട്ടോ. ഇന്ന സ്ഥലത്ത് എടുത്ത് വെച്ചിക്കണമെന്നുള്ള ഓർമ്മ ഉണ്ടാവില്ല. അപ്പം സംഭവിക്കണ അതൊക്കെ പൂത്ത് അങ്ങനത്തതൊക്കെ അപ്പം സംഭവിക്കണതാണ്. ഏത് കുപ്പിയിലട്ടേച്ചെന്ന് ഓർമ്മ ഇല്ലാതെ അങ്ങനെ നിൽക്കുമ്പോഴാണ് പിന്നെ നമ്മൾ പുതിയത് വാങ്ങുമല്ലോ. അപ്പോൾ ഓർമ്മ തന്നെ ഉണ്ടാവും. ചില സാധനങ്ങളൊക്കെ അങ്ങനെ പൈസയൊക്കെ വെക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ ഓർമ്മയൊന്നും ഉണ്ടാവില്ല, എവിടെയെങ്കിലും വെച്ചിട്ടാണ് മറക്കും. അപ്പം അങ്ങനെ കുപ്പികളൊക്കെ കഴുകി, വേണ്ടാത്ത കുപ്പികൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അത് കുറേ ഞാൻ എടുത്ത് പുറത്തേക്ക് ഇട്ടു. പിന്നെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങി ഇട്ടാക്കാലോ വിചാരിച്ചിട്ട് ആ കുറച്ച് കുപ്പികൾ കഴുകിയാണ്ട് അവിടെ വെച്ചിട്ടോ. അപ്പം അങ്ങനെ ആ ഒരു റാക്കിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഇനി പിന്നെ ഉള്ളതാക്കണം ഈ ഒരു റാക്കാട്ടോ, ഈ ചുമരുമ്പത്തെ ഈ റാക്കാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഇസ്കിപ്പിസ്കിൽ പെട്ടിട്ടോ. ഇതിലൊരുപാട് സാധനങ്ങൾ ഉണ്ടാകും. കുറച്ച് റവ ഉണ്ട്, 2 മുട്ട ഉണ്ട്. അതിൻ്റെ അടിയിൽ ഇതാക്കണ് കുറച്ച് പൊടികളുണ്ട് കേട്ടോ. പത്തിരിപ്പൊടി, പുട്ടുംപൊടി,
ചുക്ക് കാപ്പി, പപ്പടം, അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ അതിലുണ്ട്. അതിലാണ് എൻ്റെ ഒരു പിസ്കൽ പെട്ടിയാണ് കേട്ടത്. അപ്പോൾ അതവിടെ ഇങ്ങനെ അതൊക്കെ ഒന്ന് കഴുകണം. പിന്നെ മിക്സി വെക്കണം, ആ ഒരു ഷോക്കേസും കാര്യങ്ങളും അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണം. അപ്പോൾ ഞാൻ ഈ എടുക്കുന്ന ഏരിയയിൽ കൂടെ ഇതാക്കണ നല്ല ചെതലും ഉണ്ട്, ഈ വെട്ടുകാലിയുണ്ട്, അങ്ങനത്തെ ഓരോ പ്രാണികൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പോരാത്തതിന് നല്ല പല്ലികളും ഉണ്ട് കേട്ടോ, എമ്പാടും പല്ലികളും ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് പേടിപ്പിച്ച് നിർത്തുമാണല്ലോ. ഞാനിതാക്കണം ആ ഒരു മേലെ ഭാഗത്ത് കുറച്ച് പൊട്ടുള്ള പാത്രങ്ങളാണ് ഉള്ളത്. കുറേ പാത്രങ്ങളൊന്നും നമുക്ക് പൊട്ടണതില്ല. അപ്പോൾ കുറച്ച് ഗ്ലാസും പാത്രം. അപ്പം യൂട്യൂബിൽ ഇതാക്കണ മോട്ടിവേഷനൊക്കെ പറയുന്നത് കേട്ടിട്ടില്ല, അതിലുണ്ട് കേട്ടോ പറയുന്നത്. അപ്പോൾ വിരുന്നാരെ കാത്ത് കുറച്ച് ഗ്ലാസും പാത്രങ്ങളും നല്ല നല്ല ഗ്ലാസും പാത്രങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വീട്ടിലിരിക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടിക്കണോ ചോദിച്ചായിരിക്കാം കേട്ടോ ഞാൻ. അപ്പം നല്ല നല്ല കുറച്ച് പാത്രങ്ങൾ ഞാനും എടുത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പം നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ ആയിക്കാറല്ലേ. അപ്പോൾ എല്ലാ വീട്ടിലും അങ്ങനെ ഉണ്ടാവും. കുറച്ച് വിരുന്നാർക്ക് എന്നും പറഞ്ഞിട്ട് എടുത്തേക്കലുണ്ട് അല്ലേ. അപ്പോൾ ഞാനും തന്നെ കുറച്ച് പാത്രവും ഗ്ലാസ്സുകളൊക്കെ ഓല് വരുമ്പോൾ എടുക്കാമല്ലോ, നല്ലത് കൊടുക്കണമല്ലോ. ആരെങ്കിലുമൊക്കെ നമ്മൾ എപ്പോഴും തിന്നണതല്ലേ, തിന്നണവും കുടിക്കണമൊക്കെ ആകുമ്പോൾ നമുക്ക് വിഷയം ഉണ്ടാവില്ല. പക്ഷെ പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ കുറച്ച് നല്ല ഗ്ലാസും പാത്രവും അതിൽ വെച്ചും വിളമ്പിയൊക്കെ കൊടുക്കണത് ഞങ്ങൾക്ക് ഒരു സന്തോഷമാണല്ലോ അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ എടുത്ത് വെച്ചിരിക്കണത് കേട്ടോ. അതുപോലെ തന്നെയാണല്ലേ നമ്മൾ ഈ ഒരു കടക്ക വിരി ഉണ്ടല്ലോ, വിരി പുതപ്പ് അതൊക്കെ ഉണ്ട് അല്ലേ, അങ്ങനെ എക്സ്ട്രാ അങ്ങനെ എടുത്തേക്കണ ഒരു പരിപാടി അതിപ്പൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു ഷോക്കേസിൻ്റെ ആ ഒരു തീരുമാനമായിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് തുടച്ച് ആക്കിയിട്ട് അവിടെ പിന്നെ ഞാൻ ടൈൽസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ തന്നെയാണ് ഇവിടുത്തെ മിക്കവാറും പണികളൊക്കെ എടുക്കുന്നുണ്ടാവും. പ്ലംബറായിട്ടും പിന്നെ വർക്കറായിട്ടും എല്ലാ പണികളും ഞാൻ തന്നെ എടുക്കും. അപ്പോൾ ആ ഒരു ഷോക്കേസുമ്മൽ ഇതാക്കണത് രണ്ട് ആ ഭാഗത്തും ഞാൻ ടൈൽസിൻ്റെ ഇതാക്കണ ചെറിയ ചെറിയ പൊട്ടുമ്പോൾ കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ കൊലയിലും ഹാളിലൊക്കെ ഇട്ട പോലത്തെ ടൈൽസിൻ്റെ പൊട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഒരുക്കി കൂട്ടി വെച്ചാണ്ട് പിന്നെ അതേ സിമെൻ്റൊക്കെ ഇട്ടിട്ട് ഒന്ന് അയിമയോടെ കലക്കി പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ അതവിടെ നിർന്നിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടി ഉണ്ട്. അത് പിന്നെ ഞാൻ അടി കൂടെ ഇട്ടിട്ടുണ്ട്, നമ്മളാ സിങ്കിൻ്റെ ആ താഴത്ത് കൂടെ എല്ലാ ഭാഗത്തു കൂടെ ഒക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു പരിപാടി കഴിഞ്ഞ് ഒന്നും വേസ്റ്റ് ആക്കൂല കേട്ടോ. അവിടെ ഇവിടെയിലൊക്കെ ഇട്ടാണ്ടാണ് പൂർത്തീകരിക്കും. അപ്പോൾ നമ്മളെ പിസ്കൽ പെട്ടി ഇതാക്കണ് റെഡി ആകുന്നുണ്ട്. ഇതിൽ ഇതാക്കണ് പുട്ടുംപൊടി, പത്തിരിപ്പൊടി, അതേമാതിരി നമ്മളെ ബോച്ച ടീ ഉണ്ടല്ലോ, ഭാഗ്യമില്ല. അപ്പോൾ അതാണില്ലത്. പിന്നെ ഇതാക്കണ ഒരു കുറച്ച് പൊട്ടിച്ച ഐറ്റംസുകളെ ഇതിലുണ്ടാകുക കേട്ടോ. കുറേ പപ്പടം, മുട്ട, അങ്ങനത്തെ പരിപാടികൾ വേഗം എടുക്കാൻ കഴിയുന്ന ആ ഒരു ഭാഗത്താണ് ഈ പെട്ടിയും കാര്യങ്ങളൊക്കെ വെക്കണല്ലോ. അപ്പോൾ നമുക്ക് വേഗം ഓർമ്മ ഉണ്ടാവില്ല ഇതിലുണ്ടാവും ഇന്ന സാധനങ്ങൾ, ഏതെങ്കിലും കുറവുണ്ടെങ്കിൽ ഇതിലുണ്ടാവും എന്നുള്ളൊരു ഇതുണ്ടാവും കേട്ടോ, എന്താ ചിന്ത ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഷോക്കേസ് വെച്ചിട്ടുള്ള. അടിയിൽ ഞാൻ മിക്സിങ് കാര്യങ്ങളും പിന്നെ അതിൻ്റെ ഇടയിൽ പഞ്ചസാരയും ചായപ്പൊടിയും, അതിൻ്റെ താഴത്തെ നമ്മളെ പിസ്കൽ പെട്ടി, അതിൻ്റെ മേലെ ഭാഗത്ത് ഇതാക്കണ എടുക്കാത്ത കുറച്ച് പാത്രങ്ങൾ അങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതാക്കണ ഇതിനെയാണ് കേട്ടോ. ഇത് നമ്മളെ പുതിയത് ഉണ്ടാക്കിയ റാക്കല്ല. അപ്പോൾ അതിനെയാണ് ഇപ്പോൾ നേരെ ഞാനൊന്ന് തട്ടി കൊട്ടിയതാണ്. വലിയ പരിപാടികളൊന്നും ഇല്ല അതിന്മേൽ. എന്നാലും ആ കുപ്പിയും പാത്രമൊക്കെ ഇങ്ങനെ ഈ ഒരു അടുപ്പത്തിൻ്റെ അവിടെ ആയിട്ട് കുറേ ഒരു കറുപ്പ് വരുന്നുണ്ട് കേട്ടോ. കുപ്പിക്കൊക്കെ ഒരു കറുപ്പ് ഭാഗം വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. അത്രയേ ഉള്ളൂ പരിപാടി ഉള്ളത്. അപ്പോൾ ഒരുപാട് ഇതാകണം പൊടികളും കാര്യങ്ങളും അമ്മക്കില്ല കേട്ടോ. ഇതാകണം മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളകും പൊടി എന്നും പറഞ്ഞാൽ ഒരുപാട് പൊടികളൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വേണ്ടത്ര പൊടികളൊക്കെ കൊണ്ടുവന്ന് വെക്കുള്ളൂ കേട്ടോ. പിന്നെ അല്ലെങ്കിൽ ആവശ്യത്തിന് വാങ്ങലുള്ളൂ. അപ്പോൾ അങ്ങനെ കഴുകണ പണിയാണ്, അതും തുടക്കണ പണിയാണ്. കഴുകി വെക്കണില്ല, തുടക്കണ പണിയാണ്. പിന്നെ ഏതായാലും കയറിയാണ്ട് ചമ്രം മടിഞ്ഞിരുന്നു. ഇനിയിപ്പോൾ അവിടെ നിന്ന് തുടച്ചെടുക്കട്ടെ എന്നും വിചാരിച്ച്. അപ്പോൾ നമ്മൾ ആ ഒരു ചുമരുമ്പ് ഒട്ടിച്ചിങ്ങനെ മീഷേൻ്റെ സ്റ്റിക്കറാട്ടോ, വാൾപേപ്പറാണ് ഇനി. അപ്പോൾ അതും ഒരു വാങ്ങണ ഒരു ഭയങ്കര ഒരു പൂതിയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ വീഡിയോയിലും കാണുമ്പോൾ ഓരോരുത്തരുടെ വീഡിയോ കാണുമ്പോൾ വാങ്ങി ഒട്ടിക്കുന്ന വീഡിയോ കാണുമ്പോൾ നല്ല ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. ഇതുവരെ കേട്ടൊന്നും വന്നിട്ടില്ല. 1 കൊല്ലം 1.5 കൊല്ലമൊക്കെ കഴിഞ്ഞും തോന്നുന്നുണ്ട്. 1.5 കൊല്ലം 2 കൊല്ലം ഏതായാലും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ചൂടും അങ്ങനെ വെയിലും കാര്യങ്ങളും തട്ടിയിട്ടില്ലെങ്കിൽ നല്ല പോലെ കുറേ കാലം നിൽക്കും കേട്ടോ. നമുക്ക് തുടച്ചെടുക്കാൻ പറ്റും ആ വാൾപേപ്പർ. പിന്നെ ഈ ഒരു ചൂട് ഭാഗത്ത് നമ്മൾ ആ ഒരു ഗ്യാസിൻ്റെ ആ ഭാഗത്തുള്ളതൊക്കെ ചൂടായിട്ട് അതിൻ്റെ പശയും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അല്ലാത്തതൊക്കെ നല്ല ഉഷാറായിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ അതാണ് ഓരോ കുപ്പികളും ഇങ്ങനെ തുടച്ച് പോയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടിഭാഗം ആ ഒരു ഷോക്കേസ് പോലല്ലേ അതും തുടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണുള്ളത്. അകപ്പാടൊന്നും മറിച്ചിടും ഞാൻ. അപ്പോൾ വേറെ ഒന്നും ചിന്തിക്കാതെ ഇങ്ങനെ എടുത്തുകൊണ്ട് നിന്നാണ്ടല്ലോ. പിന്നെ അയിമന്ന് കൈയെടുക്കാൻ തോന്നൂല കേട്ടോ. അയിമന്ന് വൃത്തിയാക്കി ഇങ്ങനെ കൊണ്ടുവരും. അപ്പം അങ്ങനെ ആ ഒരു പരിപാടിയും കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇതുമ്മക്ക് വന്നത് കേട്ടോ. ഇത് പിന്നെ വലിയ 1.5 പണി തന്നെയാണ് നടത്താനുള്ളത്. അപ്പോൾ നമ്മളെ പാത്രം വെക്കണ ആ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, നല്ലൊരു സ്റ്റാൻഡ് വാങ്ങണം, സ്റ്റീലിൻ്റെ അങ്ങനത്തെ സ്റ്റാൻഡ് വാങ്ങണം. ഇതിപ്പോൾ ഏതോ കാലത്ത് അമ്മ വാങ്ങി തന്നാണ് കേട്ടോ. കുറേ കാലമായിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു അച്ഛനൊക്കെ എല്ലാ ഒരു കാലത്ത് നമ്മൾ വാടക വീട്ടിലേക്ക് പോകുന്ന ആ ഒരു കാലത്ത് വാങ്ങിയതാണോ എന്ന് തോന്നുന്നുണ്ട്, സംശയമുണ്ട്. മിക്കവാറും അമ്മ വാങ്ങിത്തന്നെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ പകുതി മുക്കാലും അമ്മ വാങ്ങിത്തന്നെ തന്നെയാണ്.
അതിപ്പോൾ ഇന്ന സാധനം ഇല്ല എന്ന് പറയുമൊന്നും വേണ്ട കേട്ടോ. അമ്മ ഇവിടെ വന്ന് 2 ദിവസം നിൽക്കുമ്പോൾ അമ്മക്ക് അറിയാം എന്താ ഇപ്പോൾ ഇവിടെ ഇല്ലാത്തതെന്നുള്ളത്. അപ്പോൾ പിറ്റേന്ന് വരുമ്പം അത് കൊണ്ടാണ് വരിക കേട്ടോ. അങ്ങനെയാണ് ഉണ്ടാകുക. അങ്ങനെ ഒരുവിധം സാധനങ്ങളും പാത്രങ്ങളാണെങ്കിലും എന്താണെങ്കിലും അമ്മ വാങ്ങി തന്നുണ്ട്. പകുതി മുക്കാലും സാധനങ്ങളുണ്ട്. അടുക്കളയത്തെ ഒരുവിധം സാധനങ്ങളൊക്കെ അമ്മ വാങ്ങി തന്നെ തന്നെയാണ്. അങ്ങനെ ഞാനിതൊന്നും കഴുകി എടുക്കട്ടെ കേട്ടോ. ഇതാണ് ഈ കഴുകാൻ കഴിയൂല കേട്ടോ, ഭയങ്കര ഗതിയാണ് അത് കഴുകാനായിട്ട്. അപ്പോൾ സ്റ്റീലിൻ്റെ ആണെങ്കിൽ ഒന്ന് വാങ്ങണം, കുറച്ച് വില കൂടുതലാണല്ലോ അതിന്. അപ്പോൾ അതും ഒരു ലിസ്റ്റിലുണ്ട് കേട്ടോ. ഞാൻ ലിസ്റ്റ് ഇട്ട് ഇങ്ങനെ വെക്കുമ്പോൾ ഉണ്ടല്ലോ ഒരുപാട് ലിസ്റ്റ് ആവട്ടെ, ഒരു പരമ്പര പോലെ പറയാനുള്ള ഒരു ലിസ്റ്റ് ഉണ്ടായാലുണ്ട്. പക്ഷെ ഒക്കെപ്പാട് നമുക്ക് അങ്ങോട്ട് എത്തിക്കിട്ടലില്ല കേട്ടോ. ഈ ഒരു കൊല്ലം ഒന്ന് കിട്ടുകയാണെങ്കിൽ അടുത്ത കൊല്ലേക്കാരും രണ്ടാമത്തെ ഒന്ന് കിട്ടുക. അപ്പോൾ പിന്നെ ലിസ്റ്റിൻ്റെ എണ്ണം ഏറി വരികയാണല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പം എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ. ഞാനതൊന്ന് കഴുകി എടുക്കട്ടെ കേട്ടോ, നല്ല വൃത്തിക്ക് ഒന്ന് കഴുകി എടുക്കട്ടെ. ആ ഒരു വെള്ളമൊക്കെ ആ ഒരു ഗ്യാസിൻ്റെ മേലെയല്ലേ നമ്മളിത് വെക്കലുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഒരു പൂപ്പൽ പോലെ ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഇടക്കും തലക്കും കഴുകിയിട്ടില്ലെങ്കിൽ നമ്മൾ തിന്നണ പാത്രമൊക്കെ വെക്കണതല്ലേ, പ്ലേറ്റും ഗ്ലാസും പാത്രമൊക്കെ വെക്കണതല്ലേ. അപ്പോൾ അതൊപ്പം എപ്പോഴും ഒന്ന് വൃത്തിയാക്കി വെക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കണ പണിയാണ്. ഈ പൂച്ചൻ്റെ വിചാരം ഞാൻ വേറെ എന്തൊക്കെയോ നന്നാക്കുകയാണെന്ന്. അപ്പോൾ മൂപ്പര് ഇതിൻ്റെ ഒപ്പം ഇങ്ങനെ നടക്കുന്നുണ്ട്. എനിക്ക് വലിയ താല്പര്യമൊന്നുമല്ല ഒപ്പം നടക്കണത്. പിന്നെ ഇതാകണ മനുഷ്യന്മാരെക്കാട്ടിലും സ്നേഹം നമ്മളോട് കരുണയൊക്കെ കാട്ടുന്നത് ഓലാണല്ലോ. അപ്പോൾ ഓല അവിടെ നിന്നോട്ടെ എന്ന് ഞാൻ വിചാരിച്ച്. അപ്പോൾ ഇങ്ങനെ ഞെടിക്കുമ്പോൾ എന്തല്ലോ ഈ പാത്രങ്ങളൊക്കെ കഴുകിയാണ്ട് അങ്ങോട്ട് വരണല്ലേ. ഇതാ ഇങ്ങനെ അതാണെങ്കിൽ ഒരിക്കലും നടക്കാത്തൊരു പരിപാടിയാണല്ലേ. അതിപ്പോൾ ഈ പാത്രം കഴുകൽ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് അതിന്മേ. അപ്പം ആ ലോഡ് കണക്കിന് പാത്രമൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞാലുണ്ട് ഈ ഒരു ഗ്ലാസ്സുമ്മ കണ്ട് തിരിഞ്ഞ് ഈ ഒരു പൊട്ടുന്ന ഗ്ലാസ്സുകളും പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അത് വേറെ ഇട്ട് കഴുകണം കേട്ടോ, അപ്പോഴാണ് നന്നാകുള്ളൂ. അപ്പോൾ ഇതിന് ഞാനൊന്ന് വെളുപ്പിച്ചെടുക്കാൻ നോക്കട്ടെ കേട്ടോ. 1-2 ഗ്ലാസ്സുകൾ ഇത് ഇങ്ങനെയാണിട്ടുള്ളത്. അപ്പോൾ ഒന്ന് വൃത്തിയായിട്ടൊന്ന് കഴുകട്ടെ. ദിവസവും നമ്മൾ ഇതാക്കണ കരിയിട്ടോ അങ്ങനെ ഇങ്ങനെ ഒന്നും കഴുകൂലല്ലോ, നമ്മളൊന്ന് ഒലിമ്പി എടുക്കുകയല്ലേ ഉള്ളൂ. അപ്പോൾ ഗ്ലാസും പാത്രവും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണമെങ്കിൽ ഇതേപോലത്തെ ചില്ല് പോലെ വരണമെങ്കിൽ ഇതാകണം ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ അല്ലേ. അടുപ്പിലെ കരി ഉണ്ടല്ലോ അതിട്ടൊന്ന് കഴുകട്ടെ, നല്ല ഉഷാറായിട്ട് അടുപ്പിലെ കരി നല്ല വിമ്മിൻ്റെ സോപ്പൊക്കെ ഇട്ടുണ്ട് കഴുകിയുണ്ടല്ലോ അടിപൊളി കാരണം. അല്ലെങ്കിൽ ഇതാക്കണ നമ്മളെ വെണ്ണീരായാലും മതി കേട്ടോ. അടുപ്പിൽ നിന്ന് വാരി നമ്മളെ തെങ്ങിനും ഇതിനൊക്കെ കൊണ്ടുപോയിട്ടൂലേ ആ വെണ്ണീരിട്ട് കഴുകിയാലും നല്ല പോലെ വെളുക്കും കേട്ടോ. ഈ ഒരു ചില്ല് പാത്രങ്ങളും അതേമാതിരി തന്നെ ഒരു സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ അതിലിട്ട് കഴുകിയാലാണ് ഉഷാറാകുള്ളൂ. അപ്പോൾ അതാ പണ്ട് മുതലേ ഇങ്ങനെയാണല്ലോ, എല്ലാവരും ഇരുന്നൊക്കെയാണല്ലോ കഴുകുക. ഇപ്പം നമുക്ക് ഇരുന്ന് കഴുകലില്ലല്ലോ. ഇപ്പം സിങ്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടും തന്നെ ഇരുന്ന് കഴുകണ പരിപാടി ഇല്ലല്ലേ. ഇരുന്നാൽ തന്നെ ഊരക്ക് ഭയങ്കര വേദനയാണെങ്കിലും 18 വയസ്സാണെങ്കിലും 20 വയസ്സാണെങ്കിലും ഊരക്ക് ഭയങ്കര വേദനയായി. കാരണം അപ്പം നമ്മളെ പോലത്തെ അമ്മമാരൊക്കെ അമ്മമ്മമാരൊക്കെ ഉണ്ടല്ലോ 10-50-90 വയസ്സായാലും ഇരുന്ന് ഈ കഴുകുമ്പോൾ ഓൾക്കൊരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല അല്ലേ. അപ്പം നമുക്ക് സൗകര്യം കൂടുമ്പോഴാണ് ഇതാകുന്നത് വേദനയും വരുത്താൻ കുറച്ച് കൂടുതലാകുള്ളൂ. അപ്പോൾ നമ്മളെ അടുക്കളയത്ത് ക്ലീനിങ് ഉഷാറായിട്ട് കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് ഇതാക്കണം ഒന്ന് റെഡിയാക്കി. ഇതിൻ്റെ താഴത്ത് കൂടെ ഞാൻ ഇതാക്കണ ഗോതമ്പൊടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ സ്റ്റിക്കാണ് കേട്ടോ വെച്ചിട്ടുള്ളത്, ട്രൈപ്പോഡാണ് വെച്ചിട്ടുള്ളത്. അത് വലിയ ഉപകാരത്തിലൊന്നും പെടലില്ല. ഞാൻ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ കുത്തിച്ചാരി വെക്കുക എന്നല്ലാതെ. പിന്നെ അയിമ ഫോൺ ഘടിപ്പിച്ച് വെക്കുമ്പോൾ ഫോൺ വിൽക്കുമെന്നുള്ളൊരു പേടി ഉണ്ടാകലുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കുപ്പി വെക്കുന്ന സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ റെഡിയായി. ആ ഗ്യാസിൻ്റെ അടുത്ത് തന്നെ ഞാൻ അവിടെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും വെക്കുന്ന 2 കൊട്ട ഉണ്ട് കേട്ടോ. ടി വിയിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നില്ലേ, ആ ഒരു മിസ് കോൾ അടിച്ചാൽ മതി എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അതിന്ന് വാങ്ങിയതാണ് ഞാൻ. മീഷ പോലെ തന്നെ. പിന്നെ ഇതാണ് നമ്മൾ അക്ഷയപാത്രം കേട്ടോ. എപ്പോഴും കഴുകാണ്ടാകണ പാത്രത്തിൻ്റെ ആ ഒരു ഏരിയ ആണിത്. അപ്പോൾ ഈ ഒരു സിങ്കും ഒക്കെ കഴുകി അതിൻ്റെ മേലോടൊക്കെ കഴുകിയിട്ട് ഈ ഒരു കറുത്ത ടൈലിട്ടായതുകൊണ്ട് ഭയങ്കര ഗതികേടാണ് കേട്ടോ. പിന്നെ ഇതാകണ ലാസ്റ്റ് വന്നത് ഇതാണ്. ഇതും തന്നെ വൃത്തിയാക്കി മിക്സി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒക്കെപ്പാടെ വൃത്തിയാക്കി വന്നപ്പോൾ തന്നെ ഒരുവിധം നേരമായിട്ടോ. ഇന്നിപ്പോൾ തിരുമ്പലും കൂളിയും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ഇന്ന് ഏതായാലും കുളം കുത്തിയെന്ന് പറഞ്ഞാൽ പോരെ. അപ്പോൾ ഇതൊക്കെ വൃത്തിയാക്കിയപ്പോൾ തന്നെ ഒരു സമാധാനമാണ്. പിന്നെ നമ്മളിതാ ക്ലീൻ ചെയ്യാൻ നിൽക്കുമ്പോൾ എല്ലാം കൂടിയും കുത്തിമറിച്ചിട്ടാണ് ക്ലീൻ ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. കാരണം നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യത്തിന് പുറത്ത് പോകണമെന്ന് വന്നാൽ അച്ചൽക്ക് ഇട്ടിട്ട് കൊണ്ടാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് തന്നെ ഓരോരോ ഏരിയ എടുത്തിട്ട് കഴുകട്ടെ. ഇന്നൊരു ഏരിയ എടുത്തിട്ട് കഴുകേണ്ടല്ലോ, അത് വൃത്തിയാക്കിയിട്ട് പിന്നെ അടുത്ത ഒരു ഏരിയക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ വേഗം വൃത്തിയായി കിട്ടും. അല്ലെങ്കിൽ ഇതാക്കണ എല്ലാം കൂടി മരിച്ചിട്ടിട്ട് പിന്നെ അപ്പോഴേക്കാരം നമുക്ക് വലിയ അയൽക്കൂട്ടത്തിൻ്റെ മീറ്റിങ്ങോ അങ്ങനെ വേറെ എവിടേക്കെങ്കിലും സ്കൂളത്തെ മീറ്റിങ്ങോ അങ്ങനെ ഓടിച്ചാടാനുണ്ടാകുക. അപ്പോൾ മുൻകൂട്ടി ഇതാക്കണ അറിഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു പെട്ട് പോകും കേട്ടോ. അപ്പോൾ കുറേ ഞാൻ പെട്ടതാണ് അങ്ങനെ ഒന്നായിട്ട് ആ ഒരു കൊലയമ്മ തൊട്ട് അടുക്കള വരെ ഒരുവിധ സാധനങ്ങളൊക്കെ വലിച്ച് പുറത്തേക്ക് ഇട്ടിട്ട് പിന്നെ അങ്ങോട്ട് നന്നാക്കാതിരിക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര മടുപ്പായിക്കാരം കേട്ടോ. അങ്ങോട്ട് മടിച്ച് മടുപ്പായി പോവും. പിന്നെ ഇതാക്കണ നാളെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇടാനും വെച്ചല്ലോ.
പിന്നത്തെ എടുക്കൽ എന്താക്കണ ഒരു തോണ്ടിത്തെറിച്ച് എടുക്കലേക്ക് ഒരു നന്നായിട്ടില്ല എന്ന് ചോദിച്ചാൽ നന്നായിട്ടില്ല, അങ്ങനത്തെ ഒരു എടുക്കലാണ്ട് എടുത്തിട്ട് പൂർത്തീകരിക്കലാണ് കേട്ടോ പതിവ് ഉണ്ടായാൽ. അപ്പോൾ ഇപ്പം ഏതായാലും നല്ല മാറ്റം ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഭാഗത്തു നിന്നാണ് ക്ലീൻ ചെയ്ത് തുടങ്ങിയാണ്ടല്ലോ, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അടുത്ത ഭാഗത്തേക്ക് പോവുക. അപ്പോൾ ഏതായാലും അടുപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കിയല്ലോ, ഇനി ഇതും കൂടി കണ്ട് വൃത്തിയാക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതും കൂടി കണ്ട് വൃത്തിയാക്കിയാലേ ഒരു സമാധാനമുള്ളൂ. അപ്പോൾ ഇതിൽ നല്ല ഇതുണ്ടായിരുന്നു, കരി ഉണ്ടായിരുന്നു, നല്ല സാറായിട്ട് കരി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തോണ്ടിയെടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് കൈയിടാൻ നോക്കുകയാണെങ്കിൽ ആകെപ്പാടെ കയ്യുമ്പോൾ കരിയാവും. അപ്പോൾ അതിനുള്ള സംവിധാനങ്ങളും ഇല്ല. അപ്പോൾ ഞാൻ കത്തി വെച്ചിട്ടൊന്ന് തോണ്ടിയെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കരി ഉണ്ടല്ലോ, അത് കളയണേൻ്റെ മുന്നേ നല്ല പോലെ ഒന്ന് പാത്രം കഴുകിയുണ്ട്, അലുമിനിയത്തിൻ്റെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. നല്ല ഉഷാറായിട്ടുണ്ട്, വെളുത്ത് കിട്ടും. കാരണം ഇത് കരിയാണല്ലോ, വെറും കരിയാണല്ലോ, അല്ല അപ്പോൾ നമ്മൾ വേറെ ഇതൊക്കെ ഒന്നും കൂട്ടണില്ലല്ലോ, മണ്ണോ കാര്യങ്ങളോ അല്ല, അത് അട്ടക്കരി പോലത്തെ കരികളാണ്. അപ്പോൾ അതിനോട് പാത്രം കഴുകിയാലും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ പണ്ടത്തെ ഇതാക്കണ അമ്മമാരൊക്കെ കണ്ടിട്ടില്ല നിങ്ങൾ, ഈ കരിയൊക്കെ കുത്തി പൊടിച്ചിട്ടൊക്കെയാണ് പാത്രം കഴുകുകയല്ലേ. അപ്പോൾ ആ ഓല പാത്രത്തിൻ്റെ ഒരു നല്ല വൃത്തിയല്ലേ, കണ്ണാടി പോലെയാവും തെളുങ്ങുക. അപ്പോൾ അതുപോലെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കരി ഇങ്ങനെ കുത്തി പിടിക്കാനും നിൽക്കണ്ട, ഇങ്ങനത്തെ കരിയൊക്കെ ഉണ്ടെങ്കിൽ അവിട്ട് പാത്രം കഴുകിയാലും മതി കേട്ടോ. ഇത്തിരി വിമ്മൊക്കെ ഉണ്ടെങ്കിൽ പാത്രം കഴുകിയാണ്ടല്ലോ ഉഷാറായി. അങ്ങനെ അതും കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം, വലിയൊരു ശ്വാസവും വിട്ടാണ്ട് പിന്നെ ഒരു തിരുമ്പലായിരുന്നു കേട്ടോ. കുറച്ച് തിരുമ്പാണ്ടായിരുന്നു. അപ്പോൾ അതും തിരുമ്പി കുളിച്ചങ്ങോട്ട് വന്നപ്പോൾ അതിന് സമയം ഒരുപാടായി അതിക്രമിച്ചു പറഞ്ഞില്ലേ. അല്ലെങ്കിൽ ഈ ഒരു നേരത്തെ നമുക്ക് ഇതാക്കണം യൂട്യൂബിൻ്റെ കാര്യങ്ങളും യൂട്യൂബിൽ ഇതാക്കണം തോണ്ടി ഇത് പാകപ്പാട്ടിലൊരു പണി അതാണ് കേട്ടോ. യൂട്യൂബിൽ ഇതാക്കണം തോണ്ടി നിൽക്കുന്ന പണിയാണ്. അപ്പോൾ അതാവും ഈ ഒരു നേരത്തെ പണി. ഇന്നിപ്പോൾ ഏതായാലും പിടിപ്പത് പണി ഉണ്ടായതുകൊണ്ട് ഇത്ര നേരം വൈകി. ഇപ്പോൾ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, വറവിട്ടിട്ടില്ലായിരുന്നു കേട്ടോ. കറി എന്ന് പറയാനൊന്നുമില്ല, ഉള്ളി, കിഴങ്ങ്, തക്കാളി, വെണ്ടക്ക, തേങ്ങ അരച്ച് പാർന്നിട്ടൊരു കറി, അതാണ് സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനത്തെ ഒരു സാമ്പാർ പോലത്തെ ഒരു കറി. പിന്നെ അതാണ് പപ്പടം കാച്ചിയതാണ് ഒന്ന് ഉച്ചക്ക് കേട്ടോ. അപ്പം നമ്മൾ എല്ലാതും കൂടി വൃത്തിയാക്കിയിട്ട് ആരും അങ്ങോട്ട് കടക്കണ്ടെന്ന് പറയാനും പറ്റൂലല്ലോ. കാരണം എപ്പോഴും ആളും ബഹളവും ഒച്ചയും ബഹളിയൊക്കെ ഉണ്ടാകുന്നത് എവിടെയാ വെച്ചാൽ നമ്മൾ അടുക്കളയിൽ തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ അടുക്കളയിലാണ് ഇഷ്ടംപോലെ നമ്മൾ വർത്താനം കാര്യങ്ങളൊക്കെ വരിക. മക്കൾ വന്നാലും എന്താക്കണം നമ്മളോട് വർത്താനം പറയുക ഈ ഒരു ഏരിയയിൽ നിന്നിട്ടാണ്. അപ്പോൾ അടുക്കളയിൽ ഒഴിവാക്കാൻ പറ്റൂല. അപ്പോൾ പറഞ്ഞ് ഇതാക്കണം ഇതിൻ്റെ ചോറീറ്റൊക്കെ തുടങ്ങണ്ട കേട്ടോ. ഇത്തിരി അച്ചാറുണ്ട്, മാങ്ങച്ചാറാണ്, നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതാട്ടോ. പിന്നെ ഇതാക്കണം ആ ഒരു സാമ്പാർ പോലത്തെ ഒരു കറി ഉണ്ട്, 2 പപ്പടം ഉണ്ട്. ഞാനൊന്ന് ചോറ് തിന്നട്ടെ. അപ്പോൾ ഈ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളും ഇതാ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇതാക്കണം ആരെങ്കിലും പുതിയതായിട്ട് കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും കൂടി ചെയ്തോളിട്ടോ. പിന്നെ നേരത്തെ ഇതാക്കണം നമ്മൾ ഡോക്ടറെ അടുത്ത് വന്നതാണ്. കുഞ്ഞാറ്റക്ക് പനിച്ചു കേട്ടോ, ചെറുതായിട്ടൊന്ന് പനിച്ചു. അപ്പോൾ വേഗം കൂടുതലതിൻ്റെ മുന്നൊന്ന് കാണിച്ചാൽ ഒരു സമാധാനമാണല്ലോ. അപ്പോൾ മക്കൾക്കൊക്കെ സൂക്കേട് ഉണ്ടായി എന്ന് പറയുമ്പോൾ ഭയങ്കര ഇടങ്ങേറാണ്. അപ്പോൾ ഞമ്മക്കോ കഫക്കെട്ട് ഉണ്ടായിട്ട് ചെവിയൊന്നും കേൾക്കണില്ല കേട്ടോ. കഫ കയറിയിട്ടാണെന്ന് തോന്നുന്നുണ്ട്. ഇതുവരെ ഡോക്ടറെ കാട്ടിയിട്ടില്ല. നമ്മളിവിടെ അങ്ങനെ നാട്ടുമരുത്തൊക്കെ കുടിച്ചിട്ട് അങ്ങനെ പോവുകയാണ്, ചുക്ക് കാപ്പി അതും ഇതൊക്കെ കുടിച്ചിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പം നമ്മളെ മാരിക്കല്ലല്ലോ മക്കൾ, ഓല് സ്കൂൾക്കൊക്കെ പോകണമെന്നല്ല. അപ്പോൾ ഓൾക്ക് ഇതാക്കണം വേഗം മരുന്ന് വാങ്ങി കൊടുത്തിട്ടില്ലെങ്കിൽ ശരിയാവില്ല. അങ്ങനെ ഇതാക്കണം ഓടി ചാടി ഇതാക്കണം ഓണം പരീക്ഷയും കൂടി എത്തിക്കണം. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു ഒച്ചയും വേളിയും ബഹളമൊക്കെ ആവും എല്ലാ വീട്ടിലും അല്ലേ.